ഇത് കേവലം ഒരു പ്രകൃതി ദുരന്തമല്ല, ചോദിച്ചു വാങ്ങിയിട്ടുള്ള ഒന്നാണ്. പ്രകൃതി തന്ന മുന്നറിയിപ്പുകളെല്ലാം കാറ്റിൽ പറത്തി കോടികളുടെ അഴിമതിക്ക് വേണ്ടി നമ്മുടെ മലനിരകളെ തുരന്നു വറ്റിച്ചവർ നാളെക്കുറിച്ച് ചിന്തിക്കാത്തതിന്റെ ഏറ്റവും വലിയ കുഴപ്പം. ജനിച്ച മണ്ണില് സ്വന്തം വീട്ടിൽ അല്പം സമാധാനത്തോടെ ഉറങ്ങാൻ പോലും പറ്റാത്ത ഭീതിയിലാണ് ഇന്ന് ഓരോ മലയാളി. മധ്യകേരളത്തിൽ നിന്ന് വീണ്ടും ആ കണ്ണീര് വാർത്തകൾ പുറത്തു വരുമ്പോൾ ഓരോ പ്രളയത്തിലും ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഭരണകൂടത്തോടും മാഫിയകളോടും ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യമാണ്: എത്ര മനുഷ്യരുടെ ചോര കുടിച്ചാലാണ് ഇനി നിങ്ങളുടെ പണത്തോടുള്ള ഈ ആർത്തി അവസാനിക്കുക? നമസ്കാരം. മധ്യകേരളത്തിൽ നിന്ന് വീണ്ടും നമ്മൾ 2018 കണ്ടതുപോലെയുള്ള കണ്ണീർ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പലയിടങ്ങളിലും ഉരുൾപൊട്ടല്, പ്രളയം, വീണ്ടും മനുഷ്യരുടെ ദാരുണമായ മരണങ്ങൾ. സമീപകാലത്ത് കേൾക്കുന്നതെല്ലാം നെഞ്ച് തകരുന്ന വാർത്തകളാണ്. ജനിച്ചു വളർന്ന മണ്ണ്, അവൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടുകള്, പ്രിയപ്പെട്ട ബന്ധുക്കള്, കൂട്ടുകാര്, നാട്ടുകാര് എല്ലാം കൺമുന്നിൽ കടപുഴകി പോകുമ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ പോലും കഴിയാത്ത വിധം തളർന്നു പോകുന്ന ഒരു ജനത. ഇതെന്തൊരു വിധിയാണ് എന്ന് ഉറപ്പിച്ചങ്ങോട്ട് പഠിക്കാൻ വരട്ടെ. നമ്മൾ വരുത്തി വെച്ച, അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികളും മാഫിയകളും ചേർന്നിട്ട് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ച മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമാണോ എന്ന് നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. ഓരോ വർഷം കഴിയുന്തോറും ഈ വെള്ളപ്പൊക്കത്തിന്റെ തീവ്രത കൂടിക്കൂടി വരുന്നതാണ് ഇങ്ങനെ ചിന്തിക്കാൻ കാരണം. 2018 പ്രളയം നമുക്കറിയാലോ, നമ്മളെ ഏറ്റവും അധികം ഉലച്ച ഒരു പ്രളയമാണ്. അന്ന് നമ്മൾ കരുതിയത് അത് നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് എന്നാണ്. എന്നാൽ തൊട്ടടുത്ത വർഷങ്ങളിലും അതുപോലെ പ്രകൃതി ദുരന്തങ്ങളും മേപ്പാടിയിലും അതുപോലെ മുണ്ടക്കയിലും ഒക്കെ ഇപ്പോഴത്തെ മധ്യകേരളത്തിൽ വീണ്ടും ഈ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു. പേമാരി വരുമ്പോൾ പേടിയോടെ ആകാശത്തേക്ക് നോക്കേണ്ടി വരുന്ന ഒരു ജനതയായി മലയാളി മാറിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ മലയാളിക്ക് അതൊരു ശീലമായിരിക്കുന്നു. എന്തിനാണ് ഈ പ്രകൃതി നമ്മളോട് ഇത്രയും നിർദ്ദയം പെരുമാറുന്നത് എന്ന് നിങ്ങളൊന്ന് ചോദിച്ചിട്ടുണ്ടോ? അത്തരത്തിലൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നമ്മൾ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമുണ്ട്: എന്തിനാണ് നമ്മുടെ ഭരണാധികാരികളും ഈ ഉദ്യോഗസ്ഥരും ഈ പ്രകൃതിയെയും മനുഷ്യജീവനുകളെയൊക്കെ വെച്ച് ഇങ്ങനെ പണയം വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന, നമ്മൾ അധികാരം കൊടുത്ത് ഇരുത്തിയിരിക്കുന്നവരുടെയും ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി ഇതൊക്കെ മാനേജ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥരുടെയും കണ്ണില്ലാത്ത ക്രൂരതയുടെ അനന്തഫലമാണ് ഇന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളിൽ അധികവും. ക്വാറി മാഫിയകളിൽ നിന്ന് കോടികൾ കൈക്കൂലി വാങ്ങി പാരിസ്ഥിതിക അനുമതികളും നിബന്ധനകളും ഒക്കെ കാറ്റിൽ പറത്തി മലനിരകൾ തുരന്ന് വിറ്റുകൊണ്ടിരിക്കുകയാണ്. കുന്നുകൾ ഇല്ലാതാകുമ്പോൾ, പച്ചപ്പ് നശിക്കുമ്പോൾ, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തെറ്റുമ്പോൾ, പെയ്യുന്ന മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാതെ സർവ്വതും തകർത്ത് ഇറഞ്ഞ്, അതായത് അടിച്ച് തെറിപ്പിച്ചെറിഞ്ഞ് താഴേക്ക് കുതിച്ചെത്തും. കോടികളുടെ പെട്ടി തികയ്ക്കാൻ പ്രകൃതിയെ വിറ്റുതലയ്ക്കുന്ന രാഷ്ട്രീയക്കാരും ഈ ഉദ്യോഗസ്ഥരും അവർ തിരിച്ചറിയണം, നിങ്ങൾ മുക്കിക്കൊല്ലുന്നത് പാവപ്പെട്ട പൗരന്മാരെയാണ് എന്ന്. അവരുടെ ചോരയ്ക്ക്, അല്ലെങ്കിൽ അവരുടെ കണ്ണീരിന് അതിന്റെ മുകളിലാണ് ഈ അഴിമതിയുടെ ഈ കറപുരണ്ട ഈ കൊട്ടാരങ്ങൾ പണിതുയർത്തുന്നത് എന്ന് ചിന്തിക്കണം. ഇതോടൊപ്പം തന്നെ നമ്മൾ കാണാതെ പോകാരുതാത്ത മറ്റൊരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ പുഴകളുടെ അവസ്ഥയാണ്. നിലവിലെന്താ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പണ്ട് കുത്തി ഒഴുകിയിരുന്ന, വർഷകാലങ്ങളിൽ നിറഞ്ഞു ഒഴുകിയിരുന്ന, നമ്മൾ ആഘോഷമാക്കിയിരുന്ന, ഒരുപക്ഷെ പേടിയോടെ നോക്കിയിരുന്ന പുഴകൾ, കേരളത്തിലെ ആ പുഴകളെല്ലാം ഇന്ന് മണൽ കൂനകളായിട്ട് മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുക. അടിഞ്ഞുകൂടിയ മണലും പിന്നീട് അടിഞ്ഞുകൂടിയ ചെളിയും കാരണം പുഴയ്ക്ക് ആഴമില്ലാത്ത ഒരവസ്ഥ. പെയ്യുന്ന വെള്ളം, അല്ലെങ്കിൽ കുത്തി ഒലിച്ചു വരുന്ന വെള്ളം ഉൾക്കൊള്ളാൻ പുഴകൾക്ക് ഇന്ന് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കൂ. സാധിക്കുന്നില്ല. ഇങ്ങനെ ഒഴുകിപ്പോകാൻ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കരയിലേക്ക് കയറും. അങ്ങനെയാണത് കരകവിഞ്ഞ് ജനവാസ മേഖലകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഇരച്ചു കയറുന്നത്. പഴയതുപോലെ പുഴകളിൽ നിന്ന് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള മണൽ നീക്കം ചെയ്ത് ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ലാത്ത വിധത്തിൽ ആ പുഴയുടെ ആഴം നിലനിർത്താൻ ആരും തയ്യാറാകുന്നില്ല. മണൽ നീക്കം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പുഴ ചത്തുപോകുമെന്ന് ചിന്തിക്കുന്നേയില്ല. വെള്ളപ്പൊക്കം രൂക്ഷമാകുമെന്ന് എത്രയോ വിദഗ്ധർ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ ഒരു കുലുക്കവുമില്ല, ഒരു തരത്തിലുള്ള ഒരു നടപടിയുമില്ല. പരിസ്ഥിതി സംരക്ഷണം എന്ന് വെറുതെ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. പുഴകളുടെ ആഴം ആ പഴയ രീതിയിൽ എത്തിക്കണം. പുഴകളുടെ ആഴം കൂട്ടണം. അവയുടെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് വീണ്ടെടുക്കുക തന്നെ വേണം. അല്ലാതെ ഈ ദുരന്തത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുന്ന ആരും കരുതണ്ട. മണൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പുഴകളിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒഴുകി പോകാൻ കഴിയാതെ വരുമ്പോൾ, ചെറിയൊരു മഴ പെയ്താൽ പോലും താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിന്റെ അടിയിലാകുന്ന കാഴ്ച നമുക്കറിയാം. ഒരു ചെറിയൊരു മഴ മതി,
വെള്ളം കയറി ഇപ്പോൾ വെള്ളത്തിനടിയിലാകുന്നു. വെള്ളം കയറാത്ത സ്ഥലം അന്വേഷിച്ച് നടക്കണം. ഇപ്പോൾ നമ്മൾ ഇനിയും ഇത് കണ്ടില്ലെന്ന് നടിച്ചു കഴിഞ്ഞാൽ കേരളം മുഴുവൻ ഒരു വലിയൊരു തടാകമായി മാറും, അതല്ലെങ്കിൽ ഒരു ശ്മശാന ഭൂമിയായിട്ട് മാറും. ഒരു ചെറിയ മഴയത്ത് ഒരു പുഴയുടെ മറ്റു പ്രദേശങ്ങളെല്ലാം കയറി ഒരു നിത്യം എല്ലാ വർഷവും വെള്ളം കയറുന്ന, എല്ലാ ദിവസവും ദുരന്തം എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങി നടക്കേണ്ട ഒരു സ്ഥലമായി മാറും. ഇത്തരത്തില് ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ വെള്ളപ്പൊക്ക ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം ക്യാമ്പുകൾ തുറക്കുക, എന്നിട്ട് ദുരിതാശ്വാസ തുക അങ്ങോട്ട് പ്രഖ്യാപിക്കുക. അതിനൊക്കെ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് വലിയ ആവേശമാണ്. കാരണം പണം അടിച്ചു മാറ്റാനുള്ള ഒരു എളുപ്പ മാർഗമാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ. നമുക്കറിയാലോ, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പ്രളയ ഫണ്ടായാലും അതുപോലെ PP കിറ്റിന്റെ കൊറോണ PP കിറ്റ് ആയാലും അങ്ങനെ ഒരുപാട് അടിച്ചുമാറ്റലുകൾ, ദുരന്തം വരണം അതിൽ നിന്ന് കോടികൾ പോക്കറ്റിലേക്ക് അടിച്ചു മാറ്റാൻ. അതുകൊണ്ടായിരിക്കണം ഈ ദുരന്തങ്ങൾ ഇങ്ങനെ നിലനിർത്തുന്നത് തോന്നുന്നു. പക്ഷെ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മാർഗങ്ങൾ, മുൻകരുതലുകൾ അതെടുക്കാൻ ഇവർക്ക് സമയമില്ല, അവർ ചെയ്യുകയില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. മണൽ വാരൽ നിരോധിച്ച് മലവാരൽ തുടങ്ങിയ അന്ന് തുടങ്ങിയതാണ് ഈ ദുരന്തം എന്ന് പറയുന്നത്. ക്വാറികളുടെ പ്രവർത്തനം അറിയാലോ, അത് അനിയന്ത്രിതമാണ്. അത് കർശനമായി നിയന്ത്രിക്കാനോ പുഴകളിലെ മണൽ നീക്കം ചെയ്ത് ഒഴുക്ക് സുഗമമാക്കാനോ ഉള്ള ഒരു രാഷ്ട്രീയ ആർജവം ഇവർ എന്ന് കാണിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. കുറെ ഇവിടെ ഒരു പരിസ്ഥിതിവാദികളുണ്ട്. ഈ പരിസ്ഥിതിവാദികളാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. പരിസ്ഥിതി സംരക്ഷിക്കേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ അവരുടെ പുഴയെക്കുറിച്ചുള്ള അനാവശ്യവാദം, തീരദേശത്തെക്കുറിച്ചുള്ള അനാവശ്യവാദങ്ങൾ തീരങ്ങൾ നശിച്ചു പോകുന്നതിനും പുഴകൾ നശിച്ചു പോകുന്നതിനും ഇടയാക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെയൊക്കെ കാലിത്തൂക്കി നിലത്തടിക്കണം. ഇങ്ങനെയുള്ളവന്മാരാണ് ശരിക്കും ഈ നാടിന്റെ ശാപം എന്ന് പറയുന്നത്. അവനൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. യഥാർത്ഥ പ്രകൃതി സ്നേഹം എന്ന് പറഞ്ഞാൽ ഇവിടെ പുഴയായാലും മറ്റ് എന്തായാലും അത് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു യാത്ര അത് ആവശ്യമാണ്. നോക്കൂ, നമ്മളിവിടെ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ മണൽ വേണം. പണ്ട് പുഴയിൽ നിന്ന് മണലെടുത്തുകൊണ്ടിരുന്നപ്പോൾ മഴ വലിയ പ്രശ്നമാണ്, പ്രകൃതി ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു? ഒരു വെള്ളപ്പൊക്കം ഇല്ലായിരുന്നു അന്ന്. വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു വെള്ളപ്പൊക്കം അത് ഈ മണലെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതല്ലായിരുന്നു. ഈ പുഴയ്ക്ക് ആഴമുണ്ടായിരുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ലായിരുന്നു, വെള്ളം ഒഴുകി പോവുകയും ചെയ്യായിരുന്നു. പുഴയിലെത്തുന്ന വെള്ളം കരയിലേക്ക് കയറില്ലായിരുന്നു. ഇന്ന് അതല്ല അവസ്ഥ. ഇന്നൊരു ചെറിയൊരു മഴ പെയ്താൽ കൂടി വെള്ളം കരയിലേക്ക് കയറുന്നുണ്ട്. അതായത് പുഴ നികന്നുപോയി. ഈ ക്വാറി മാഫിയ അവർക്ക് മല പാറണം, പാറകൾ പൊട്ടിച്ച് മണലിന് പകരം എംസാൻഡ് ഉപയോഗിക്കണം. അന്ന് തുടങ്ങി. നോക്കൂ, എംസാൻഡ് എന്ന് വന്നു തുടങ്ങിയോ അന്ന് മുതലാണ് ഇവിടെ വെള്ളപ്പൊക്കം തുടങ്ങി, അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത വർഷങ്ങൾ മുതലാണ് ഇവിടെ വെള്ളപ്പൊക്കം ഓരോ സമീപ പ്രദേശങ്ങളിലേക്ക് കയറി വന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം പുഴയുടെ തൊട്ടടുത്ത് കയറി, അത്യാവശ്യത്തിന് പുഴയ്ക്ക് ആഴം ഉണ്ടായിരുന്നു. പിന്നീട് അത് വ്യാപിച്ചു വന്നു. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ മണലെല്ലാം നീക്കം ചെയ്ത് ഒഴുക്ക് സുഗമമാക്കാനുള്ള രാഷ്ട്രീയ ആർജവം ഇവർ കാണിക്കണമെന്ന്. ദുരന്തമുഖത്തെത്തുന്ന ജനങ്ങളുടെ കണ്ണീര് അത് ഒപ്പാൻ വേണ്ടിയിട്ട് തൂവാലയും കൊണ്ട് ഹെലികോപ്റ്ററിലും അല്ലെങ്കിൽ കാറുകളിൽ എത്തുന്നവര് അവരറിയുന്നില്ലല്ലോ ഈ വീടും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട മനുഷ്യന്റെ നെഞ്ചിലെ വേദനയും ഇനി എങ്ങനെ എന്നുള്ള അവന്റെ ആശങ്കയും. ഇത് ഇനി വെറുതെ സഹിച്ചിരിക്കാനും പറ്റുന്നില്ല. ഈ പ്രകൃതി ദുരന്തങ്ങൾ കേവലം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്നൊന്നുമല്ല. അഴിമതിയും തെറ്റായ നയങ്ങൾ, തീരുമാനങ്ങൾ മൂലം ഭരണകൂടം വരുത്തിവെക്കുന്ന ദുരന്തങ്ങളാണ് ഇതിൽ വളരെ കൂടുതലും. ജനങ്ങളുടെ ജീവനും അവരുടെ സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്ത ഒരു വ്യവസ്ഥിതിക്കെതിരെ ശബ്ദമുയർത്തണം എന്നാണ് പറയാനുള്ളത്. അതിനുള്ള സമയമെന്നോ അതിക്രമിച്ചു കഴിഞ്ഞു. പുഴകളെ രക്ഷിക്കാൻ, നമ്മുടെ മലനിരകളെ സംരക്ഷിക്കാൻ, നമ്മൾ അനുഭവിക്കുന്ന ഈ ഭയത്തിൽ നിന്നും വരും തലമുറയെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കാൻ ശക്തമായ ഒരു പ്രതിഷേധം ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ഒന്ന് ഉയർത്തിവിടണം. ഇനിയും ഒരു ദുരന്ത വാർത്ത കേൾക്കാൻ കേരളത്തിലെ ജനങ്ങളെ ഒരുക്കുകയല്ല, ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇവിടെ ഒരുക്കാണ് സത്യത്തിൽ ഇവിടുത്തെ സർക്കാർ ചെയ്യേണ്ടത്. പുഴകൾ തിരികെ വരണം, അത് പുഴയായി തന്നെ ഉണ്ടാകണം. അതിന് വെള്ളം ഒഴുകിപ്പോകാനുള്ള ആവശ്യത്തിനുള്ള ആഴമുണ്ടാകണം. മല വാരിയുള്ള ക്രൂരമായ കച്ചവടവും അഴിമതിയും ഒക്കെ ഇവിടെ അവസാനിക്കണം. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഈ ഒരു മാഫിയ ഉണ്ടല്ലോ, ആ മാഫിയ രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ഒന്നിച്ച് പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുക. അറിഞ്ഞു പ്രവർത്തിക്കാൻ ഈ അധികാരികൾക്ക്, നമ്മുടെ ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ അവർ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജന്തർ മന്ദറിൽ സംഭവിച്ചതുപോലെ ഒരു മുന്നേറ്റം തന്നെ നമുക്ക് ചിലപ്പോൾ നടത്തേണ്ടി വരും. കാരണം നമുക്ക് ഇവിടെ ജീവിക്കണം, ഈ മണ്ണില് ഭയമില്ലാതെ. Different angles. Don't forget to subscribe and support this channel.